നമസ്കാരം. ഹാപ്പനിങ് അവേഴ്സ് ആരംഭിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പിർപ്പഞ്ച് മലനിരകളിൽ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഭീകര സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ റൈഫിളിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ വിഭാഗമാണ് തെരച്ചിൽ നടത്തുന്നത്. കുൽഗാം മലനിരകളിലും തെരച്ചിൽ തുടരുന്നുണ്ട്. വിവരങ്ങളുമായി ജമ്മു കശ്മീരിൽ നിന്ന് ശരത് ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത് ലാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻറ്റൽ ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ റൈഫിൾസ് പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് വിധത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്? ഈ പിർപ്പഞ്ച് മലനിരകൾ എന്ന് പറയുന്നത് ഈ തിരച്ചിലിന് എത്രത്തോളം വെല്ലുവിളിയാണ്? അവിടുത്തെ ഭൂമി പ്രതലം ഉൾപ്പെടെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് മീനൽ. നമ്മൾ പിർപ്പഞ്ച് മലനിരകൾ എന്ന് പറയുന്നത് രജോരി സെക്ടറിന്റെ ഒരു ഭാഗമായിട്ട് വരും ജില്ലയിൽ. ഇവിടെ നിന്നാണ് അനന്തനാഗിലേക്കും കുൽഗാമിലേക്കുള്ള എല്ലാ വഴികളിലുമുള്ള തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിന്റെ പ്രധാന മാർഗങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ രജോരി സെക്ടർ, ഈ പിർപ്പഞ്ച് മലനിരകൾ. ഇവിടെ ഡെൻസ് പൈൻ മരങ്ങളും അതേപോലെ തന്നെ മഞ്ഞുമാണുള്ള മലനിരകളാണ്. അതുകൊണ്ട് തന്നെ വളരെ ദുർഘടമായ മലനിരകളാണ്. അതാണ് ഉപഗ്രഹ ചിത്രങ്ങളുടെ തെർമൽ 3 ഡയമെൻഷൻ ചിത്രങ്ങളിലൂടെ ഉപഗ്രഹങ്ങൾ നൽകിയ ചിത്രങ്ങളിലൂടെയാണ് ഇന്നലെ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം സൈന്യത്തിൽ ലഭിച്ച് തുടർന്നാണ് രാഷ്ട്രീയ റൈഫിൾസ് തന്നെ നേരിട്ടുള്ള ഒരു സർച്ച് ഓപ്പറേഷന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയ റൈഫിൾസിന്റെ ഓപ്പറേഷൻ വിഭാഗമാണ് ഇപ്പോൾ സർച്ച് നടത്തുന്നത്. ബിനിൽ, ഇത് വളരെ ദുർഘടം പിടിച്ച മലനിരകളാണ്. ഏതായാലും ഇതിന് പുറമെ കുൽഗാമിലെ മലനിരകളിലും സുരക്ഷാ സേന സർച്ച് നടത്തുന്നുണ്ട്. അത് നടത്തുന്നത് സൈന്യത്തിന്റെ മറ്റൊരു വിഭാഗമായ ജാട്ട് വിഭാഗമാണ്. ജാട്ട് റെജിമെന്റാണ് കുൽഗാം ഏരിയയിൽ സർച്ച് നടത്തുന്നത്. ഏതായാലും ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഡൽഹിയിലെ CDS ആണ്. ഇതൊക്കെ നമുക്കിപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം അനുസരിച്ച് ഓപ്പറേഷൻ ഇപ്പോൾ 4 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു പിർപ്പഞ്ച് മലനിരകളിൽ. അതുകൊണ്ട് തന്നെ കൂടുതലായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരാനുണ്ട്. പിന്നിലിനറിയാം, നമുക്ക് വളരെ ലിമിറ്റഡ് അസസ് മാത്രമേ ഉള്ളൂ ഇത്തരം ഓപ്പറേഷൻ കവർ ചെയ്യുന്നത്. ഇത് സൈന്യത്തിന്റെ പത്രക്കുറിപ്പുകളിൽ സൈന്യത്തിന്റെ സോഴ്സ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച്, അപ്ഡേറ്റ്സ് അനുസരിച്ച് മാത്രമേ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം നമുക്ക് പുറത്തു വരാനുള്ള NIA അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. NIA കസ്റ്റഡിയിലെടുത്ത 10 പേരുടെ സ്വത്ത് വിവരങ്ങൾ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വൻതോതിലുള്ള പണം വന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പഹൽഗാം അക്രമത്തിന് സാമ്പത്തിക സഹായം നൽകപ്പെട്ടു. അത് ആ രീതിയിലുള്ള ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇത്തരം സഹായങ്ങൾ നൽകിയത്, ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ NIA എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ചുള്ള കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നൽകുന്ന സൂചന. ബിനിൽ, ഉറപ്പായും കൂടുതൽ നടപടികളിലേക്ക് സൈന്യം കടന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നടപടികളാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് തത്സമയം ശരത് ലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മെയ് 1-ാം തീയതി തന്നെ വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഭീകരർക്കായുള്ള തിരച്ചിൽ അതിശക്തമായി തുടരുകയാണ്.